ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ സോൾട്ട് ആൻഡ് പെപ്പർ. നിങ്ങൾ എൻ്റെ ചാനൽ പുതിയതായിട്ടാണെങ്കിൽ എൻ്റെ പേര് റാണി. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് നമുക്ക് വെഡ്ഡിങ്സിനോ അല്ല നമ്മൾക്ക് ഫങ്ഷൻസുകൾക്കൊക്കെ നമ്മൾ ഫ്ലവേഴ്സ് ഹെയർ ഡെക്കറേഷൻസ് ചെയ്യാറുണ്ട്. അപ്പോൾ ആ ഹെയർ ഡെക്കറേഷൻ എങ്ങനെ ഉണ്ടാക്കുന്നു എന്നുള്ളതാണ് ഇന്നത്തെ നമ്മുടെ സബ്ജക്റ്റ്. ഓക്കെ, കാരണം ഇങ്ങനത്തെ ഫ്ലവേഴ്സ് നിങ്ങൾ ക്രാഫ്റ്റ് ഷോപ്പുകളിൽ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. ത്രെഡ് ഹൗസസുകളൊക്കെ ഇല്ലേ, അങ്ങനത്തെ ഷോപ്പുകളിൽ ഇങ്ങനത്തെ ഫ്ലവേഴ്സ് നമുക്ക് വാങ്ങാൻ തന്നെ വീട്ടിൽ ഇത് ഉണ്ടാക്കാമെന്നുള്ളൂ. ഒട്ടും സമയം എടുക്കത്തില്ല. ലെസ് ദാൻ 5 മിനിറ്റ്സിൽ നമുക്ക് നല്ലൊരു ഹെയർ ആക്സസറി ഉണ്ടാക്കാൻ പറ്റും. എൻ്റെ ഒരു പ്രീവിയസ് വീഡിയോയിൽ ഞാൻ നിങ്ങളെ കാണിച്ചായിരുന്നു മാമോദീസയ്ക്കും ഹോളി കമ്മ്യൂണിനും അല്ലെങ്കിൽ എന്നാ പറയുന്ന ബ്രൈഡ്സ്മെയ്ഡ്സിനും ഒക്കെ ഉപയോഗിക്കാവുന്ന രീതിയിലുള്ള ഫ്ലവേഴ്സ്, ഈ ഹെയർ റെത്തായിട്ടും പല രീതിയിലുള്ള എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് ഞാൻ എൻ്റെ പ്രീവിയസ് വീഡിയോയിൽ കാണിച്ചിരുന്നു. ഞാൻ എൻ്റെ ലിങ്ക് നിങ്ങൾക്ക് തരാം, അതുകൂടെ ഒന്ന് കാണിക്കൂട്ടത്തിൽ കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ഈസി ആയിരിക്കും. എനിവേ ഇത് ഞാൻ ഇപ്പം നമുക്ക് ഗസ്റ്റുകൾക്കോ അല്ലെങ്കിൽ ഇപ്പം ബ്രൈഡ്സിനോ ബ്രൈഡ്സ്മെയ്ഡ്സിനോ ആർക്കും വേണമെങ്കിലും ഈ മെത്തേഡ് ഉപയോഗിക്കാം. നിങ്ങൾക്ക് കുറച്ച് ഐഡിയകളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇതിനെ കൂടുതൽ ഭംഗിയാക്കി എടുക്കാം. ഇനി കുഞ്ഞു പിള്ളേർക്കാണെങ്കിലും തലയിൽ ഇങ്ങനെ നമ്മൾ വെക്കത്തില്ലേ ബോ പോലെ, അങ്ങനെ ചെയ്യണേ വെക്കാം. സൈഡിൽ വെച്ച് ചെയ്യണേ ചെയ്യാം. അബ്ഡു ചെയ്തിട്ട് അബ്ഡുവിന് ചുറ്റും വെക്കാം, അല്ലെങ്കിൽ ജസ്റ്റ് അബ്ഡുവിൻ്റെ സൈഡിൽ തന്നെ വെച്ച് ചെയ്യാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇതിനെ ചെയ്യാം. അതൊക്കെ നിങ്ങളുടെ ടാലൻറ്റ് പോലെ ചെയ്യാം. പക്ഷേ ഞാനിത് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു ചെറിയ മെത്തേഡ് മാത്രമാണ് കാണിച്ചു തരുന്നത്. അപ്പോൾ നമ്മളിതിനു വേണ്ടി ഉപയോഗിക്കുന്ന ഫ്ലവേഴ്സ് ഫോം ഫ്ലവേഴ്സാണ്. അതുപോലെ തന്നെ നിങ്ങൾ ഇങ്ങനത്തെ പൂക്കളും ഇങ്ങനത്തെ മൊട്ടുകളും ഒക്കെ ഷോപ്പുകളിൽ കണ്ടിട്ടുണ്ടെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. കണ്ടോ? അപ്പോൾ ഇതുകൊണ്ടാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. ഈ സിൽവറും ഈ പിങ്കും കൂടെ ചേർന്ന് ഒരു കോമ്പിനേഷൻ ചെയ്ത് നോക്കാം എങ്ങനെ വരുമെന്ന് കണ്ടാൽ. അപ്പോൾ ഈ ഫ്ലവേഴ്സ് എന്ന് പറഞ്ഞാൽ നമുക്കിങ്ങനെ ബഞ്ചസ് ആയിട്ടാണ് കിട്ടുന്നത്. ഒരു 10 ഫ്ലവർ അല്ലെ 15 ഫ്ലവർ എന്നുള്ള രീതിയിൽ ഒരു ബഞ്ചസ് ആയിട്ട് കിട്ടും. ഇതിനെ നമ്മൾ ഓരോ പൂക്കളായിട്ട് നമ്മൾ ഇനി അടത്തിയെടുക്കുക, ഇതിനെ കെട്ടഴിച്ച് വിടുക. അപ്പോൾ ഇത് ഓരോരുത്തരും ഓരോ ഫ്ലവേഴ്സായിട്ട് ദേ ഈ കാണുന്ന പോലെ തന്നെ പല ഫ്ലവേഴ്സായിട്ട് കിട്ടും നമുക്ക്. അപ്പോൾ നമ്മൾ ആദ്യം ഇങ്ങനെ ഒരു മുത്തെടുക്കുന്നു. ആൻഡ് ദെൻ ഇതുണ്ടോ ഫ്ലവർ എടുക്കുന്നു, വെക്കുന്നു, നമ്മളിതിനെ ട്വിസ്റ്റ് ചെയ്യുന്നു. കണ്ടോ? വീണ്ടും നമ്മൾ മുത്തെടുക്കുന്നു. ഇത് വെറും കമ്പി ചെയ്തതിൽ വെച്ചേക്കുന്നത് വളരെ ഫ്ലെക്സിബിളാണ്. നിങ്ങൾക്ക് ഇഷ്ടം, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ നിങ്ങൾക്ക് ചെയ്യാം എന്നുള്ളത് കേട്ടോ. ഇനി നിങ്ങൾക്ക് ഇപ്പോൾ ഇങ്ങനത്തെ ഫ്ലവർ ഇത് കണ്ടോ, ഇത് വെക്കണമെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ആഡ് ചെയ്യാം. ഇതൊക്കെ നിങ്ങളുടെ ഇഷ്ടവും നിങ്ങളുടെ ഐഡിയാസും പോലെ നിങ്ങൾക്ക് ചെയ്യാവുന്നുള്ളൂ കേട്ടോ. ഞാൻ ജസ്റ്റ് ഒരു ഐഡിയയ്ക്ക് വേണ്ടി മാത്രം കാണിക്കുന്നു എന്ന് മാത്രം. തീരാറായി. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് എത്ര ലെങ്തിൽ ഇത് ഉണ്ടാക്കണമെന്ന് നിങ്ങൾ ഡിസൈഡ് ചെയ്യുക കേട്ടോ. നിങ്ങൾക്ക് എത്ര ലെങ്തിലാണ് അല്ലെങ്കിൽ എത്രമാത്രം നിങ്ങളുടെ തലയിൽ നിങ്ങൾക്ക് കവർ ചെയ്യണം എന്നുള്ള നിങ്ങൾക്കാണ് അറിയാവുന്ന ആ രീതിയിൽ തന്നെ നിങ്ങൾ തന്നെ ചെയ്തെടുത്തോ. അപ്പോൾ നോക്കിക്കേ, ഞാൻ എത്ര ക്വിക്കർ, എനിക്കത് 1 മിനിറ്റോ 1.5 മിനിറ്റോ വല്ല എടുത്തോ ഞാൻ എത്ര ഉണ്ടാക്കാൻ. എന്നാ ഫാസ്റ്റാന്ന് നോക്കിയാൽ. ഈ ഒരു കാര്യത്തിന് വേണ്ടിയാണ് നമ്മൾ കടകളിൽ ചെന്നിട്ട് നമ്മൾ ഓർഡർ കൊടുക്കുന്നതും നമ്മൾ നല്ല പൈസ ആവും ഇതിന്. 10, 200, 250 ഡിപ്പെൻസ് ആണ് അവർ ചോദിക്കും. പിന്നെ നിങ്ങൾ ഉപയോഗിക്കുന്ന ഫ്ലവേഴ്സിനെ ഉദ്ദേശിച്ചും നിങ്ങൾക്ക് തന്നെ ഉണ്ടാക്കാനാണെങ്കിൽ വളരെ ചീപ്പറായിട്ട് ഇത് ഉണ്ടാക്കാം. ഒരു ബഞ്ചൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്ര പേർക്ക് ഉപയോഗിക്കാമെന്നറിയാമോ? നിങ്ങൾക്ക് ഈസി ആയിട്ട് വാങ്ങിക്കാം. നിങ്ങൾക്ക് ഫ്ലവർ ഗേൾസ് ഒക്കെ ആയിട്ടാകുമ്പോൾ നമുക്ക് കുറേ പേർക്ക് വേണ്ടി വരത്തില്ലേ. അത് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒരാൾക്കോ 2 പേരോ കൂടി ഇരുന്നിട്ട് എത്ര ഫാസ്റ്റ് 1 മണിക്കൂർ കൊണ്ട് അല്ലെങ്കിൽ എത്രയോ എണ്ണം നിങ്ങൾക്ക് ഉണ്ടാക്കാം. ഒരു പക്ഷേ നിങ്ങൾക്ക് സെല്ല് ചെയ്യാൻ പോലും പറ്റും. ഓക്കെ, അപ്പോൾ ഞാൻ ചെയ്ത് കഴിഞ്ഞാൽ ഇനി ഞാൻ മുടിയിൽ എങ്ങനെ വെക്കുന്നതെന്ന് ചെറുതായിട്ടൊന്ന് കാണിച്ചു തരാം. നിങ്ങളുടെ ഇഷ്ടമുള്ള ഹെയർ സ്റ്റൈൽ നിങ്ങൾ ചെയ്യട്ടെ. ഞാൻ ചുമ്മാ ഒന്ന് വെച്ച് കാണിക്കുന്നതെന്നേ ഉള്ളത്. കണ്ടോ? ഇത് വളരെ ഈസി ഉണ്ടാക്കാൻ നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ മനസ്സിലായില്ലേ? അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീണ്ടും അടുത്തൊരു കിടിലൻ വീഡിയോ ആയിട്ട് ഉടൻ തന്നെ കാണാം. അതുവരേക്കും താങ്ക് യു ആൻഡ് ബൈ.